TV ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റി പോലും എല്ലായിടത്തും എത്തിയിട്ടില്ല. ഞങ്ങളുടെ തന്നെ വീടിൻ്റെ മുൻവശത്തും പിൻവശത്തും മാത്രമാണ് ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി മുറികളിലൊക്കെ തന്നെ മണ്ണെണ്ണ വിളക്കാണ് കത്തിച്ചിരുന്നത്. അന്ന് TV ഒന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് തന്നെ 8 മണിയാവുമ്പോഴേക്കും ചോറൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാൻ പോവും. കുറച്ചു നേരം കഥാബുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുസ്തകങ്ങളോ ഒക്കെ വായിച്ച് സമയം കളയും. സമയം ഏകദേശം 9 മണിയായി കാണും. മുറ്റത്ത് മറന്നുവെച്ച കളിപ്പാട്ടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. മുറ്റത്തിൻ്റെ ഒരു വശത്ത് വാഴത്തോട്ടമുണ്ട്. ഏകദേശം ഒരു 10ഓളം വാഴകൾ കാണും. അതിൻ്റെ ഏറ്റവും അരികത്ത് നിൽക്കുന്ന വാഴച്ചോട്ടിൻ്റെ അടിയിലായിട്ട് എന്തോ ഒന്ന് അനങ്ങുന്നത് കണ്ടു. ഒരു നിഴല് പോലെ, ചെറിയൊരു പൊട്ടിൻ്റെ അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ല തവളയോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി ഞാൻ സൂക്ഷിച്ചു നോക്കി. ഒരു ചെറിയ പൊട്ടുപോലെ ഒരു നിഴൽ. അത് മെല്ലെ നീളം വയ്ക്കാൻ തുടങ്ങി. ഞാൻ അതിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അന്നൊന്നും എനിക്ക് ഭയമില്ലായിരുന്നു. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും ബോധവതിയല്ലായിരുന്നു. അതിനാൽ തന്നെ ഭയവും തോന്നിയില്ല. ആ നിഴല് മെല്ലെ മെല്ലെ നീളം വെച്ചു. നമ്മൾ ഈ സിനിമയിൽ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് ഓരോരോ മായാവിദ്യകളൊക്കെ കാട്ടില്ലേ, അതുപോലെയായിരുന്നു ആ ഒരു കാഴ്ച. ആ ഒരു നിഴല് രൂപം വെച്ച് വന്നു. അതിൻ്റെ രൂപം ഒരു കാട്ടാളൻ്റേതുപോലെ ആയിരുന്നു. അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു രൂപം കൂടി നീളം വെച്ച് വന്നു. അതും ഒരു കാട്ടാള രൂപം തന്നെ. ഒന്ന് ആണിൻ്റേതും ഒന്ന് പെണ്ണിൻ്റേതുമായിരുന്നു. ശരിക്കും ആ കാഴ്ച എങ്ങനെയായിരുന്നുവെന്ന് വെച്ചാൽ, മറഞ്ഞു നിന്ന 2 പേർ എൻ്റെ മുൻപിൽ അനുസരണയോടെ വന്നു നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് അനുസരണയോടെ നിന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തയാൾ വന്ന് നിന്നു. ആദ്യം വന്നത് ആണും രണ്ടാമത് വന്നത് പെണ്ണും. 2 പേരുടെയും തലയിൽ കൂമ്പുകളുണ്ടായിരുന്നു. നല്ല തടിച്ച രൂപമായിരുന്നു. ആണും പെണ്ണും നല്ല തടിയുള്ള കാട്ടാളന്മാർ. അരക്കെട്ടോളം മുടി. അവരുടെ വസ്ത്രവിധാനം തെയ്യത്തിൻ്റെതുപോലെ ആയിരുന്നു. തെയ്യം അരയിൽ കെട്ടുന്ന ഓല കൊണ്ടുള്ള ഒരു വസ്ത്രമില്ലേ, അതുപോലെയായിരുന്നു. ഈ നിഴലിൽ എങ്ങനെയാണ് വസ്ത്രം തിരിച്ചറിഞ്ഞത്? അത് നമുക്ക് ഊഹിക്കാനാവും. നിഴലിലാണെങ്കിൽ പോലും ഒരാൾ സാരി ഉടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് സാരിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ തെയ്യം കുരുത്തോല കൊണ്ട് കെട്ടുന്ന ഒരു പാവാട പോലത്തെ വസ്ത്രമുണ്ടല്ലോ, അതുപോലെയാണ് ആ ഒരു വസ്ത്രം ഉണ്ടായിരുന്നത്. ഈ 2 രൂപങ്ങളെ കണ്ടതും ഞാൻ അവിടെ നിന്ന് ഓടി അകത്തേക്ക് പോയി. പക്ഷെ അന്ന് എന്നെ വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. എന്നാൽ ഞങ്ങളുടെ പറമ്പിലൂടെ പോക്കുവരവുണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ ആ പോക്കുവരവിൻ്റെ യഥാർത്ഥ രൂപമായിരിക്കും ഞാൻ കണ്ടത്. പലരും തീഗോളത്തിൻ്റെയും മറ്റും രൂപത്തിലാണ് പോക്കുവരവിനെ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ പോക്കുവരവ് തീഗോളത്തിൽ പോകുന്നത് കണ്ടാൽ അതിനെ പൊട്ടിച്ചൂട്ട് പോവുക എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു പോക്കുവരവിൻ്റെ യഥാർത്ഥ രൂപമാണ് ഞാൻ കണ്ടത്. തലയിൽ കൊമ്പൊക്കെയായി 2 കാട്ടാള രൂപങ്ങൾ, ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും. അവർ ആ വാഴയ്ക്കരികിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നിരിക്കണം. എന്നെ കണ്ടപ്പോൾ എന്തോ അവരെനിക്ക് മുമ്പിൽ വന്നു നിന്നു. അതിനുശേഷം ആ ഒരു വാഴ കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ പലതവണ വാഴകൾ നട്ടുവെങ്കിലും ഒന്നുപോലും നേരെയായില്ല. എല്ലാം തനിയെ ഒടിഞ്ഞു വീഴുകയാണ്. ഇതേ സ്ഥാനത്ത് തന്നെ ഒരു പശുക്കുട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ പശുക്കുട്ടിക്ക് തീരെ വയ്യാതാവുകയും 7-ാം ദിവസം ആ പശുക്കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. പോക്കുവരവുള്ള സ്ഥലത്ത് കെട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പലരും പറയുന്നത്. ഞാൻ കണ്ട ആ കാട്ടാള രൂപങ്ങൾ ഒരുപക്ഷെ ദമ്പതി രക്ഷസുകൾ ആയിരിക്കുമോ എന്നതാണ് എൻ്റെ സംശയം. രക്ഷസുകളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് എനിക്കിന്നും അറിയുകയില്ല. ഞാൻ കണ്ടത് 2 കാട്ടാള രൂപങ്ങളെയാണ്. അതിനി ഭൂതഗണങ്ങളോ മറ്റോ ആയിരിക്കുമോ എന്നും എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭൂതഗണങ്ങൾ ആയിരിക്കാം. എന്തെങ്കിലും പൂർവജന്മ ബന്ധമുള്ളതുകൊണ്ടായിരിക്കണം അവർ എനിക്ക് മുമ്പിൽ വന്നു നിന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഇന്നും അതൊരു ദുരൂഹതയായി തുടരുകയാണ്. ഇതുപോലെ നിരവധി പേർക്ക് രക്ഷസുകളെയും ഭൂതഗണങ്ങളെയും മറ്റും കണ്ട് നേരിട്ട് അനുഭവമുള്ളവരായിരിക്കാം. ഇത് എൻ്റെ അനുഭവമാണ്. ഇനി രക്ഷസുകളെക്കുറിച്ച് പൊതുവെ കേരളത്തിൽ നിലനിൽക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അറിയാം. ദുർമരണപ്പെട്ടുപോയ ബ്രാഹ്മണന്റെ ആത്മാവാണ് രക്ഷസായി മാറുന്നത് എന്നാണ് കേരളത്തിൽ പരക്കെയുള്ള വിശ്വാസം. എന്നാൽ മഹാഭാരതത്തിലും മറ്റും പറയുന്നത് അങ്ങനെയല്ല.
മഹർഷിയായ കശ്യപൻ പ്രജാപതിയുടെ മകളായ മുനിയെ വിവാഹം ചെയ്തു. കശ്യപന്റെ ഭാര്യ യക്ഷന്മാരെയും രക്ഷസുകളെയുമാണ് പ്രസവിച്ചത്. രക്ഷസ് എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കുന്ന മൂർത്തി എന്നാണത്രേ. നമ്മുടെ സ്ഥലത്ത് പോക്കുവരവ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലോ നാം ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അവർ നമ്മുടെ സ്ഥലത്തെ സംരക്ഷിക്കുന്നവരാണ്. രക്ഷസുകളുടെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് പാൽപായസമാണ്. ഇതിൽ നിന്നും രക്ഷസുകൾ ദുഷ്ടമൂർത്തികൾ അല്ല എന്ന് മനസ്സിലാക്കാം.